റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെന്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇൻഡെക്സ് 0.31% ഉയർന്ന് 22,597 ക്ലോസിംഗ് നൽകി. ഫ്ലാറ്റ് ഓപ്പണിംഗോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റ് ത്രൂ ഔട്ട് ദ സെഷൻ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് നടത്തിയതെങ്കിലും അവസാന ലെഗിൽ മാർക്കറ്റിൽ മികച്ച ബൈയിങ് മൊമെന്റം വരികയും ഇൻഡെക്സ് ഇൻട്രാഡേയിൽ 0.45% ഉയർന്ന് 22,629 എന്ന ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തതിനു ശേഷം 22,599 ക്ലോസിംഗ് നൽകി. FMCG, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളാണ് ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതേസമയം ബാങ്ക്, മെറ്റൽ തുടങ്ങിയ ഇൻഡസ്ട്രീസുകളിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുകയും ചെയ്തു. വരും സമയങ്ങളിൽ 22,780 നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസും 22,470 നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടുമായി പ്രവർത്തിച്ചേക്കും. ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലീവർ, ITC, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ശ്രീരാം ഫിനാൻസ്, ഹിൻഡാൽകോ തുടങ്ങിയ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1923ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 1906ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 119ഓളം സ്റ്റോക്കുകളിൽ മാറ്റമില്ലാതെയും തുടരുന്നു. നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി FMCG, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി എനർജി തുടങ്ങിയ ഇൻഡെക്സുകൾ 1%-ലേറെ ഉയർന്നപ്പോൾ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫിനാൻസ്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഓട്ടോ തുടങ്ങിയ ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇനി ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് അക്കുമുലേറ്റ് ചെയ്യാവുന്ന 2 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് PI ഇൻഡസ്ട്രീസ്. PI ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ സ്റ്റോക്ക് 3%-ഓളം ഉയർന്ന് 3,690 ക്ലോസിംഗ് നൽകി. 55,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.15, ഡിവിഡൻഡ് ഈൽഡ് 0.31%. 6 മാസം കൊണ്ട് സ്റ്റോക്ക് ഫ്ലാറ്റ് റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 10%-ഓളം റിട്ടേൺ നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 16% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം കാണാൻ സാധിച്ചത്. PI ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 31.7% വർദ്ധിച്ച് 280 കോടിയിൽ നിന്നും 369 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 11.2% വർദ്ധിച്ച് 1,565 കോടിയിൽ നിന്നും 1,741 കോടിയിലേക്കെത്തി. PI ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക അഗ്രോ കെമിക്കൽ കമ്പനികളും അതുപോലെ തന്നെ കെമിക്കൽ കമ്പനികളും ഈ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. PI ഇൻഡസ്ട്രീസിൻ്റെ കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും ഇടിവ് കാണാൻ സാധിക്കും. എന്നിട്ടും ഇയർ ഓൺ ഇയറിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും കൂടാതെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനുമായി ഇൻലൈനായ രീതിയിൽ EBIT പുറത്തു വരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം വന്നിരിക്കുന്നത്. PI ഇൻഡസ്ട്രീസ് ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ 9 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 4,165 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ടാർഗറ്റാണ് ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി PI ഇൻഡസ്ട്രീസിന് നൽകിയത്. PI ഇൻഡസ്ട്രീസ് റേഞ്ച് ബൗണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുകയാണ്. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 10% റിട്ടേൺ ആണ് നൽകിയത്. ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. നിഫ്റ്റി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 23%-നടുത്ത് റിട്ടേൺ നൽകി. ക്വാർട്ടർലി റിസൾട്ടിലെ മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ പരിശോധിക്കാം. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടായിരുന്നു കമ്പനി പുറത്തുവിട്ടത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ 6%-ഓളം മിസ് ചെയ്തു. അതേസമയം EBIT മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈനായി വന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ പ്രോഫിറ്റ് 18%-ഓളം ഇടിഞ്ഞിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 32%-ഓളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ടെക്നിക്കലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, അതായത് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. 3,500 സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിരുന്നു. 3,690-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 4,000 എന്ന ലെവലിൽ സ്റ്റോക്കിലൊരു ട്രയാങ്കുലർ പാറ്റേണിലുള്ള ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ട് ലഭിക്കുന്നു എന്നുള്ളതും ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് അക്കുമുലേറ്റ് ചെയ്യാവുന്ന ഒരു ക്വാളിറ്റി സ്റ്റോക്കാണ് PI ഇൻഡസ്ട്രീസ്. രണ്ടാമത്തെ സ്റ്റോക്ക് കോഫോർജ്. കോഫോർജ് ഇന്ന് 2.4% ഉയർന്ന് 4,905-നടുത്ത് ക്ലോസിംഗ് നൽകി. 30,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.85, ഡിവിഡൻഡ് ഈൽഡ് 1.5%, 52 വീക്ക് ഹൈ 6,847, 52 വീക്ക് ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു.
കോഫോർജ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ദിവസമായി ബൈയിങ് മൊമെൻറ്റമുണ്ട്. ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം കമ്പനി ലോഞ്ച് ചെയ്ത QIP ആണ്. കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ കോഫോർജ് സിഗ്നിറ്റീസ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള ഒരു പ്ലാനിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 2240 കോടി രൂപയുടെ ഫണ്ട് കമ്പനി QIP വഴി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി കമ്പനി അതിൻ്റെ സ്റ്റോക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ വിറ്റഴിക്കുന്നു. 4531 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ചൊവ്വാഴ്ച ആരംഭിച്ച QIPയിൽ ഷെയറുകൾ വിറ്റഴിച്ചത്. ഇവിടെ QIPക്ക് ലഭിച്ച സ്ട്രോങ് ഇൻട്രസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ നിന്ന് 2% റാലി കാണാൻ സാധിച്ചത്. കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ IT സെക്ടറിലെ കമ്പനികളെ പോലെ തന്നെ അത്ര ഡീസൻറ്റ് പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. അതേസമയം സിഗ്നിറ്റീസിൻ്റെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനി കൊണ്ടുവന്ന QIPക്ക് സ്ട്രോങ് റെസ്പോൺസ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇന്ന് ഇൻട്രാഡേയിൽ ഉയർന്നത്. കോഫോർജ് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 6600 രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 4500 വരെ ഇടിയുകയും 4500 നിന്നും സ്റ്റോക്കിൽ ഒരു ബൈയിങ് ആരംഭിച്ച് 4901 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 5400, 6000, 6600 തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. 4500 കോഫോർജിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്